ജില്ലാ കലോത്സവ നഗരിയിൽ സ്വാദൂറും ഭക്ഷണം ഒരുക്കി ഭക്ഷണ കമ്മിറ്റി ശ്രദ്ധ നേടുന്നു. ഒരാൾക്ക് പോലും ഒരു പരാതിക്കും ഇടവരുത്താതെയാണ് ഭക്ഷണ വിതരണം. വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് മനം നിറഞ്ഞാണ് ഓരോരുത്തരും മടങ്ങുന്നത്. ഗവൺമെന്റ് മോഡൽ HSSൽ സജ്ജീകരിച്ച വലിയ ഭക്ഷണ പന്തലിൽ എത്തുന്നവർക്ക് നിരാശപ്പെടാൻ ഒന്നുമില്ല. കാരണം അത്ര വിപുലമായ സജ്ജീകരണങ്ങളാണ് ഭക്ഷണ വിതരണത്തിനായി ഒരുക്കിയിട്ടുള്ളത്. 7 കൗണ്ടറുകളിൽ നിന്നും ഭക്ഷണം വാങ്ങി അതാത് കൗണ്ടറിൽ ഇരുന്ന് കഴിക്കാം. ചോറ്, സാമ്പാർ, അവിയൽ, കൂട്ടുകറി, അച്ചാർ, ഉപ്പേരി തുടങ്ങിയ വിഭവങ്ങൾക്കൊപ്പം പായസവും ഉച്ചഭക്ഷണത്തിനുണ്ട്. രാവിലെ പ്രാതലും രാത്രി അത്താഴവും ഭക്ഷണശാലയിൽ നിന്നും നൽകുന്നുണ്ട്. ഭക്ഷണ കമ്മിറ്റി കൺവീനർ TT ബിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭക്ഷണ വിതരണത്തിന്റെ ചുമതല. ഏതായാലും ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് ഏതാണ്ട് ഒരു 10,000-ൽ പരം കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്നുണ്ട്. എല്ലാ ദിവസങ്ങളും 5 ദിവസവും നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണം കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. രാവിലെ പ്രഭാത ഭക്ഷണം ഇന്ന് 750 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഉച്ചഭക്ഷണം, അതിനുശേഷം വൈകിട്ട് ചായ, ഒരു സ്നാക്സും, രാത്രിയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കാരണം പല കുട്ടികളും ഇപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ട് പരിപാടി അവർക്ക് ലേറ്റ് ആവും. അപ്പോൾ അവർക്ക് വൈകുന്നേരം 4 മണിക്കാണ് അവർ ഭക്ഷണം കഴിക്കാൻ വരുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. കാരണം രാവിലെ അടുക്കള ആരംഭിച്ചു കഴിഞ്ഞാൽ അത് രാത്രി വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെല്ലുവിളികൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പച്ചക്കറിയുടെ വില തന്നെയാണ്. ഭക്ഷണത്തിനായി എത്തുന്ന ആളുകളെ ക്രമീകരിച്ച് കയറ്റിവിടാനും ഭക്ഷണം വിളമ്പാനും പാത്രങ്ങൾ വൃത്തിയാക്കാനും എല്ലാറ്റിനും അധ്യാപകരോടൊപ്പം SPC, സ്കൗട്ട്, ഗൈഡ്സ്, NCC കേഡറ്റുകളും സജീവമായുണ്ട്. ഭക്ഷണ കൗണ്ടറുകളിലെ അപ്പോഴുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകാൻ മൈക്ക് അനൗൺസ്മെന്റുമുണ്ട്. ഭക്ഷണശാലയിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച് എത്രയും പെട്ടെന്ന് ഈ ഭക്ഷണം കഴിക്കാനുള്ളവർക്ക് വഴിമാറി കൊടുക്കുക. പതിവ് പോലെ തന്നെ കോഴിക്കോടൻ ഭക്ഷണ പെരുമയ്ക്ക് ഒട്ടും കോട്ടം തട്ടാതെയാണ് സാഹിത്യ നഗരിയിലെ ആദ്യ കലോത്സവത്തിലെ ഭക്ഷണ പന്തലും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.